മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനെ, ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനെ, താനുറക്കെ കേണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു, താനുറക്കെ കേണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു, ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ നിമിഷങ്ങളാണല്ലോ. നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നതിന് ഉതകുന്ന ചില വാക്യാംശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചയമുള്ള വേദഭാഗം 8-ാം സങ്കീർത്തനം 4-ാം വാക്യം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം. നമുക്കറിവുള്ളതുപോലെ ദാവീദ് മഹാരാജാവായി വാഴുന്ന കാലത്ത് നിത്യനായ രാജാവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, ദൈവ തേജസ് ആകാശത്തിൽ വച്ചിരിക്കുന്നു എന്നൊക്കെ ധ്യാനിച്ച് പ്രകൃതിയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ മനോഹാരിതയും ദൈവം സൃഷ്ടിച്ച് ക്രമീകരിച്ചതുപോലെ തന്നെ അതിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് മനുഷ്യരിലേക്ക് തിരിഞ്ഞ് ദാവീദ് പറയുകയാണ്, ഇതെല്ലാം ഓർക്കുമ്പോൾ കർത്താവേ, മർത്യനെ, മരണമുള്ളവനെ, മരിക്കുന്നവനെ ഓർക്കുവാൻ അവൻ എന്താ ഉള്ളേ, മനുഷ്യപുത്രനെ സന്ദർശിക്കാൻ അവൻ എന്തുമാത്രം. ദാവീദിൻ്റെ വ്യക്തിപരമായ ധ്യാനമാണത്. ദൈവം സന്ദർശിക്കുന്ന, ഓർക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് എഴുതുകയാണ്. ആ വാക്യത്തിൽ ആത്മീക ആശയങ്ങളുടെ നിരവധി ചിന്തകൾ ഉണ്ട്. എന്നാൽ ആ മർത്യനെ നീ ഓർക്കേണ്ടതിന്, ദൈവം ഓർത്തു, ദൈവം സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, ഈ മർത്യനെ ദൈവം സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഉൽപ്പത്തി 3:19 നാം വായിക്കുന്നത്, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും, മരണം നിനക്കുണ്ട്, നീ എടുത്ത സ്ഥലത്തേക്ക് തന്നെ നീ മടങ്ങിപ്പോകും. യെശയ്യാവ് 39:15 ജാതികളെ തുലാസിലെ പൊടിയായിട്ടാണ് ദൈവം കാണുന്നത്. 103-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം പൊടിയെന്ന് കർത്താവ് ഓർക്കുന്നു. 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു നമ്മെ. യെശയ്യാവ് 39:6 സകല ജഡവും പുല്ലുപോലെ, മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ, പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്കുകളെല്ലാം ദാവീദിൻ്റെ വാക്കിനോട് ചേർത്ത് നാം ചിന്തിച്ചാൽ നമ്മൾ എന്താ ഉള്ളത്?
ദൈവം അനുവദിച്ച് ജനിച്ചവരും ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കുന്നവരും ഏത് നിമിഷത്തിൽ ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്ര എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാവുന്ന, യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൺപുരകളിൽ പാർത്ത് താൽക്കാലിക ജീവിതം മാത്രമുള്ള, എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന അനുഭവങ്ങൾ മാത്രമുള്ളവർ. വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥ സ്ഥിതി പാപം മനുഷ്യനിൽ വന്നപ്പോഴുള്ള മനുഷ്യൻ്റെ യഥാർത്ഥ സ്ഥിതി ഇതാ പരിഗണിക്കപ്പെടാൻ, ഓർക്കാൻ, സന്ദർശിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥയാണ് നമ്മുടേത്. എന്നാൽ അതിൻ്റെ മറുവശത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർത്തു, നമ്മെ സന്ദർശിച്ചു. ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിലയില്ലായ്മയുടെ, നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ, എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന അനുഭവത്തെ വെളിപ്പെടുത്തുന്ന സത്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ മറുവശമോ എത്ര മനോഹരമാണ്. സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വില വെച്ചിട്ടുണ്ട്. ലോകത്തേക്കാൾ വിലയുള്ളതാണ് നമ്മുടെ ജീവൻ, ലോകത്തേക്കാൾ വിലയുള്ളതാണ് നമ്മുടെ ആത്മാവ്. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നാം. നമുക്ക് നമ്മുടെ കർത്താവ് വില കൽപ്പിച്ചു. എന്നെയും നിങ്ങളെയും കർത്താവ് ഓർത്തു, എന്നെയും നിങ്ങളെയും സന്ദർശിച്ചു. എങ്ങനെ? ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. പൊടികളായ നമ്മെ തേടി, പുല്ലിനെ പോലെ എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന സ്ഥിതിയുള്ള നമ്മെ തേടി, സകല ജലവും പുല്ലുപോലെ എന്ന് യെശയ്യാവ് പറയുന്നല്ലോ, അതുപോലെയുള്ള നമ്മെ തേടി ലോകത്തിലേക്ക് വന്ന് നമ്മെ വിലയുള്ളവരായി കണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായ പാപവും പാപത്തിൻ്റെ ശിക്ഷയായ നരകവും നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് ആപാദചൂഡം തകർക്കപ്പെട്ട് അവസാന തുള്ളി രക്തവും ഒഴുക്കി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം ഓർക്കുകയാണ്. നമുക്ക് വില തരാൻ, വിലയുള്ള നമ്മെ ദൈവത്തിൻ്റെ മുമ്പാകെ വിലയുള്ളവരായി കരുതി തന്നെ തൻ്റെ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടതിന് വന്ന് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച നമ്മുടെ കർത്താവ്. അത്ഭുതകരമായിട്ടാണ് പുരോഹിതനായ സഖറിയാവ് ഈ സന്ദർശനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:79 ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സന്ദർശിക്കുകയോ, ദൈവം നമ്മെ ഓർക്കുകയോ, ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി ലോകത്തിലേക്ക് വരികയോ, ക്രൂശിൽ മരിക്കുകയോ, അടക്കപ്പെടുകയോ, ഉയർത്തെഴുന്നേൽക്കുകയോ, മഹാത്ഭുതമല്ലേ ഇത്? മഹാസ്നേഹമല്ലേ ഇത്? മഹാകരുണയല്ലേ ഇത്? അങ്ങനെ നമ്മളെ തേടി വന്ന കർത്താവ്, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് നമ്മെ വിലയുള്ളവരാക്കി തീർത്തിരിക്കുന്നു. എന്താണ് ആ വില? കർത്താവ് തന്നെയാണ് ആ വില. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ വിലയുള്ള രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ വില എന്താ? ക്രിസ്തുവിൻ്റെ രക്തവിലയാ നമ്മൾ. പോരാ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ മാന്യത നമുക്ക് തന്ന് നമ്മെ വിലയുള്ളവരാക്കി തീർത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്പോഴിവിടെ നിന്ന് കഴിഞ്ഞാലും നിത്യനായ കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ നാം വാസം ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെ ഓർത്തു, കർത്താവ് നമ്മെ സന്ദർശിച്ചു. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നമ്മൾ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥിതി എത്ര പരിതാപകരമാണ് ദൈവോന്മുഖമായി നാം ചിന്തിക്കുമ്പോൾ.
പക്ഷെ നമ്മളെ ഓർത്തു, നമ്മളെ സന്ദർശിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം, നന്ദി അർപ്പിക്കാം. കർത്താവിൻ്റെ മുമ്പാകെ എല്ലാ വിനയത്തോടും കൂടെ മഹത്വമർപ്പിക്കാം. ഇങ്ങനെയുള്ള നമ്മെ സ്നേഹിച്ച പിതാവിനെ നമുക്ക് ഓർക്കാം. ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുതകരമായ രക്ഷാകര പദ്ധതിയാൽ നമുക്ക് ലഭിച്ച ഈ വിലയേറിയ അനുഭവത്തെയും സ്ഥാനത്തെയും നമുക്ക് ലഭിച്ച മാന്യതയെയും ധ്യാനിച്ച് കർത്താവിനോട് നന്ദി പറയാം. കർത്താവ്, ഈ പ്രപഞ്ചത്തിൽ അങ്ങ് സൃഷ്ടിച്ചതെല്ലാം അതതിൻ്റെ ക്രമത്തിൽ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ അങ്ങ് സൃഷ്ടിച്ച ഞാൻ പാപം ചെയ്ത് അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടും, ഞാൻ ഒന്നുമല്ലാത്തവനായിരുന്നിട്ടും, അങ്ങയുടെ മുമ്പാകെ പ്രത്യേകതകൾ എടുത്തു പറയാനൊന്നും എനിക്കില്ലാതിരുന്നിട്ടും അങ്ങനെ ഓർത്തല്ലോ, എന്നെ സന്ദർശിച്ചല്ലോ, മരണത്തിന് വിധേയനായ എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി അർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഏകയാഗം